സ്മാർട്ട് ഫോൺ വഴി എങ്ങനെയാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ നോക്കാം. ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തതിന് ശേഷം മൈ എൻട്രീസിൽ മാർക്ക് അറ്റൻഡൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുത്തിട്ട് ക്യാപ്ചർ ഇമേജ് നമുക്ക് സെൽഫി എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏത് ലൊക്കേഷനിലാണ് നിൽക്കുന്നത് ആ ലൊക്കേഷൻ എടുക്കാം. അതിനുശേഷം ഇമേജ് ക്യാപ്ചർ ചെയ്യുക, വൺസ് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഞാൻ ചെയ്ത എല്ലാ പഞ്ചിങ്സും പഞ്ച് ലോക്സിൽ കാണാൻ പറ്റും. നോട്ട് അപ്രൂവ്ഡ് കാണിക്കുന്നത് മാനേജ്മെൻറ്റ് ലെവലിൽ നിന്ന് അപ്രൂവ് ചെയ്യാത്തത് കൊണ്ടാണ്. ലീവ് ആപ്ലിക്കേഷൻ എങ്ങനെ മൊബൈൽ ഫോണിലൂടെ ചെയ്യാമെന്ന് നോക്കാം. ഫ്രം ഡേറ്റും ടു ഡേറ്റും സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ റിമാർക്സിൽ എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാം. വൺസ് അത് ചെയ്തതിന് ശേഷം താഴെയായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഏത് ടൈപ്പ് ലീവ്, എത്ര ഹാഫ് ആണോ ഫുൾ ആണോ അങ്ങനെയുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം CL, PL, SL നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന ഏത് ലീവാണോ ആ ലീവും അതിൽ ഡിസ്പ്ലേ ആകും. അതിനുശേഷം അപ്ലൈ ലീവ് കൊടുക്കുക. നമ്മൾ ചെയ്തിരിക്കുന്ന ലീവ് ഹിസ്റ്ററി, എന്തൊക്കെ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ലീവ് ഹിസ്റ്ററി വഴി നമുക്ക് കാണാൻ സാധിക്കും. ഫ്രം ഡേറ്റ് ടു ഡേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി കൊടുത്തിരിക്കുന്ന ലീവ് അത് അപ്രൂവ്ഡ് ആണോ നോട്ട് അപ്രൂവ്ഡ് ആണോ, ഇതെല്ലാം മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നാണ് അപ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ലീവ് സമ്മറീസ്, നമുക്ക് ഇനി എത്ര ലീവ് ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഈ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. മൊബൈൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ ലൊക്കേഷൻ ബേസിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ടെസ്റ്റ് പർപ്പസിനുണ്ട്. എങ്ങനെയാണെന്ന് ചെയ്യണമെന്ന് കാണിച്ചു തരാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൺസ് നമുക്കത് എങ്ങനെ അപ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്രൂവ് ചെയ്യാനായിട്ട് അഡ്മിൻ ലെവലിൽ നിന്ന്, ദാറ്റ് മീൻസ് ആരാണോ അഡ്മിൻ അല്ലെങ്കിൽ ആരാണോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അവരുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറുക. വൺസ് അത് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡ് വരും. ഏത് ഡിവൈസ്, എത്ര ഡിവൈസ് ഓൺലൈൻ ഉണ്ട്, എത്ര പേര് അറ്റൻഡൻസ്. ഇപ്പോൾ പ്രസന്റ് എംപ്ലോയീസ് 0 ആണ് കാണിക്കുന്നത്. അതിൽ ഡിവൈസ് മാനേജ്മെൻറ്റിൽ എംപ്ലോയി മാനുവൽ ലോക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ലോക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത മൊബൈൽ പഞ്ചിങ് നോട്ട് അപ്രൂവ്ഡ് കാണിക്കുന്നതാണ്. അതിൽ വ്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ലൊക്കേഷനിലാണ് ആൾ നിന്ന് പഞ്ച് ചെയ്തത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. മൊബൈലിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ മൊബൈൽ GPS ആക്യുറസി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. വൺസ് ആ ലൊക്കേഷൻ നമുക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആളുടെ ഇമേജ്, ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ എടുത്ത സെൽഫി അതിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. വൺസ് അതെല്ലാം ഓക്കെ ആണെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏത് യൂസറാണ് കയറിയിരിക്കുന്നത് ആ യൂസറിൻ്റെ അണ്ടറിലായിരിക്കും ഇത് അപ്രൂവ് ആവുന്നത്. അപ്രൂവ്ഡ് ബൈ ESSൽ സേവ് കൊടുക്കുക. ദാറ്റ് മീൻസ് എൻ്റെ അറ്റൻഡൻസ് ഇതിൽ അപ്രൂവ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ലീവ് ആപ്ലിക്കേഷനാണ്. ലീവ് ആപ്ലിക്കേഷൻ ഞാൻ ആപ്ലിക്കേഷൻ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. ഏത് സമയത്താണ് അതിലെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ്, അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ, റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇതിലുണ്ട്. അത് സേവ് ചെയ്യുക. അപ്പോൾ എൻ്റെ ലീവ് ആപ്ലിക്കേഷനും അക്സെപ്റ്റഡ് ആയി. ഇപ്പോൾ നമുക്ക് പ്രസൻറ്റ് എംപ്ലോയീസ് നോക്കാം. 1 ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എൻ്റെ മാനുവലായിട്ടുള്ള മൊബൈൽ ബേസ്ഡ് അറ്റൻഡൻസ് ഞാൻ അപ്രൂവ് ചെയ്തത് കൊണ്ടാണ് പ്രസൻറ്റ് എംപ്ലോയീസ് 1 ആയിരിക്കുന്നത്. തിരിച്ച് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് വരാം. ജസ്റ്റ് മുന്നേ ഒരു ലീവ് ആപ്ലിക്കേഷൻ ഇട്ടിരുന്നു. അഡ്മിൻ ലെവലിൽ നിന്ന് അത് അപ്രൂവ് ആയോ എന്ന് എനിക്ക് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ലീവ് ഹിസ്റ്ററി എടുക്കുക. ഏത് ദിവസമാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് ഒരു ദിവസം സെലക്ട് ചെയ്യുക. ഫ്രം ഡേറ്റ് ടു ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തൊട്ട് മുന്നേ ട്യൂട്ടോറിയൽ കാണിച്ചതുപോലെ അപ്രൂവൽ ചെയ്തതുകൊണ്ടാണ് ഇവിടെ അപ്രൂവ്ഡ് കാണിക്കുന്നത്. ഇതിൽ എനിക്ക് ലീവ് ബാലൻസ് കാണിക്കും. ഒരു ലീവ് ടേക്കൺ കാണിക്കുന്നുണ്ട്. നേരത്തെ 10 ആയിരുന്നു, ഇതിപ്പോൾ 9 ആയി. ഒരെണ്ണം യൂസ്ഡ് ആയിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇത് എൻ്റെ അറ്റൻഡൻസും ഇവിടെ അപ്രൂവ്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. നേരത്തെ നോട്ട് അപ്രൂവ്ഡ് ആയിരുന്നു. നെക്സ്റ്റ് ഇതിലുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് എൻട്രീസിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അണ്ടറിലുള്ള എംപ്ലോയീസിനെ എങ്ങനെ അത് മോണിറ്റർ ചെയ്യും. ദാറ്റ് മീൻസ് അവരുടെ പഞ്ചിങ് റെക്കോർഡ്സ്, അവരുടെ അറ്റൻഡൻസ് റെക്കോർഡ്സ് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണത്. ഓരോ ആളുകളുടെയും ഇൻ ടൈം ഔട്ട് ടൈം നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ ഫ്രം ഡേറ്റ് ടു ഡേറ്റ് ഇത് റീകാൽക്കുലേഷൻ്റെ അണ്ടറിലാണ്. ആപ്ലിക്കേഷനിൽ പോയിട്ട് റീകാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് ആ ഡേ റിഫ്ലക്റ്റ് ആവുള്ളൂ. 15th വരെയാണ് എൻ്റെ അറിവിൽ ഈ ഒരു ആപ്ലിക്കേഷൻ റീകാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 15th ടൈമിലുള്ള വാല്യൂസ് മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ആവുള്ളൂ. 15th ഈ വന്ന സമയം പോയ സമയം അതിൽ കാണിക്കുന്നുണ്ട്. അതല്ല നമുക്ക് വേറൊരു ഡേറ്റ് വെച്ച് നോക്കാം. ഒരു 10th വെച്ച് നോക്കാം. അതിൽ ടൈം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഏത് സമയത്താണ് വന്നേക്കുന്നത്, ഇൻ ടൈം ഔട്ട് ടൈം. ഇത് റിപ്പോർട്ടായിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കില്ല, പക്ഷെ നമുക്കത് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് എൻട്രീസിനോ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിനോ മൊബൈൽ വഴി തന്നെ അവരുടെ മൂവ്മെൻറ്റ്സ് ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള മൂവ്മെൻറ്റ്സ് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ പഞ്ച് റെക്കോർഡ്സ്, അവർ ഇപ്പോൾ ഇന്ന് രാവിലെ നോക്കുവാണ്,
എൻ്റെ ഓഫീസിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ അവർ മൊബൈൽ വഴിയാണ് പഞ്ച് ചെയ്തിരിക്കുന്നത്, ഡിവൈസ് നമ്മുടെ അറ്റൻഡൻസ് ഫിസിക്കൽ ഡിവൈസ് വഴിയാണ് പഞ്ച് ചെയ്തിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. നോട്ട് അപ്രൂവ്ഡ് വരുന്നതെല്ലാം മൊബൈൽ വഴിയായിരിക്കും പഞ്ച് ചെയ്തിരിക്കുന്നത്.